ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു: നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രമാത്രം അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത്? ദൈവം ചോദിക്കുകയാണ്, മക്കളെ, നിങ്ങളുടെ വില നിങ്ങൾക്കറിയാമോ? പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, പിന്നെയോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലെയുള്ള അമൂല്യമായ രക്തം കൊണ്ടത്രേ. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ എനിക്കും നിങ്ങൾക്കും ദൈവമിട്ടിരിക്കുന്ന വിലയെപ്പറ്റി ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഒന്നാമതായി, മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു: ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, നിങ്ങൾ അതിനേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ്. പക്ഷികൾക്ക് കുറേയേറെ പ്രത്യേകതകളുണ്ട്. അത് വിതയ്ക്കുന്നില്ല, അത് കൊയ്യുന്നില്ല, അത് കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, അത് പാട്ടുപാടി വളരെയേറെ സന്തോഷത്തോടെ പാറിപ്പറന്നു നടക്കുന്നു. നമ്മൾ ഈ ഭൂമി മുഴുവനുമുള്ള പക്ഷികളെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഏതാണ്ട് കോടിക്കണക്കിന് പക്ഷികൾ ഭൂമിയിലുണ്ട്. ഈ കോടിക്കണക്കിന് വരുന്ന പക്ഷികളെ മുഴുവൻ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് തീറ്റിപ്പോറ്റുന്നു. ഈ പക്ഷികൾക്ക് വളരെ മനോഹരമായ ഒരു രൂപം പിതാവ് കൊടുത്തിരിക്കുന്നു. പക്ഷികൾ പട്ടിണി കിടന്ന് ചാകാതിരിക്കുവാൻ അതിന് വളരെ മനോഹരമായ വിധത്തിൽ ദൈവം പരിപാലിച്ച് ആഹാരവും കൊടുക്കുന്നു. എന്നാൽ യേശു പറഞ്ഞു, നിങ്ങൾ ഈ പക്ഷികളെക്കാൾ ഒത്തിരി വിലയുള്ളവരാണ്. പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം സൃഷ്ടിച്ച ദൈവം ഒരിക്കൽ പോലും പക്ഷികളുമായി ഒരു ഫെലോഷിപ്പിലേക്ക് കടന്നു വരുന്നില്ല, മൃഗങ്ങളുമായി ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നില്ല. മറ്റൊരു ജീവികളുമായും ദൈവം ഒരിക്കലും ഒരു കവനന്റിലേക്ക്, അതായത് ഒരു ഉടമ്പടിയിലേക്ക് ദൈവം കടന്നു വരുന്നില്ല. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കാണുകയാണ്, ഏദൻ തോട്ടത്തിൽ എല്ലാ മൃഗങ്ങളും പക്ഷികളും ജീവജാലങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഒന്നിൻ്റെയും കൈക്ക് പിടിച്ച് നടക്കുവാൻ ദൈവം തയ്യാറാകുന്നില്ല. പിന്നെയോ വെയിലാറിയ സമയത്ത് ഏദൻ തോട്ടത്തിൽ തൻ്റെ പൊന്നുമക്കളായ ആദത്തോടും ഹവയോടുമൊപ്പം നടക്കുവാൻ സർവശക്തനായ പിതാവ് ഇറങ്ങി വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സയൻസ് ഒത്തിരിയേറെ ഡെവലപ്പ് ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിമാനങ്ങൾ ആകാശത്തിലൂടെ കുതിച്ചു പായുന്നു. മേഘപാളികളെപ്പോലും പരാജയപ്പെടുത്തിക്കൊണ്ട് റോക്കറ്റുകൾ ഉന്നതിയിലേക്ക് പറക്കുന്നു. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു: കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ട ജനം വീണ്ടും പാട്ടുകൾ പാടി ആനന്ദ നൃത്തം ചവിട്ടി സിയോനിലേക്ക് കടന്നു വരും. അവർ ആനന്ദിച്ച് ഘോഷിച്ച് ഉല്ലസിക്കും. അതായത് എല്ലാറ്റിനേക്കാളും ഉയരത്തിൽ പറന്ന് 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 സ്വർഗ സിയോനിലേക്ക് ചെല്ലുവാനുള്ളത് ഞാനും നിങ്ങളുമാണ് എന്ന് ദൈവം പറയുകയാണ്. പറക്കുന്ന പക്ഷികളെക്കാളും റോക്കറ്റിനേക്കാളും ഒക്കെ ഉന്നതിയിൽ പറന്നു പോകേണ്ടവർ നമ്മളാണ്. ദൈവം പറയുകയാണ്, നമ്മൾ ഈ പക്ഷികളെക്കാൾ ഒത്തിരിയേറെ ശ്രേഷ്ഠർ ആണ്. രണ്ടാമതായി നമ്മൾ ചിന്തിക്കുന്നത്, പഴയ നിയമത്തിലെ വിശുദ്ധരെക്കാളും പ്രവാചകന്മാരെക്കാളും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ശ്രേഷ്ഠനാണ് എന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ വലിയ പ്രവാചകന്മാർ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു. ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തി അവരിലൂടെ ഒഴുകി വൻ കാര്യങ്ങൾ ദൈവം അവരിലൂടെ ചെയ്തു. എന്നാൽ അവരെ പറ്റിയൊക്കെ ദൈവം പറയുന്നത് അവരൊക്കെ ദൈവത്തിൻ്റെ സുഹൃത്തുക്കൾ എന്നുള്ള പദവി വരെ എത്തി. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനം നേടിയ ഒരു വ്യക്തി, യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട വ്യക്തി വെറും ഒരു സുഹൃത്ത് മാത്രമല്ല, മണവാട്ടി എന്നുള്ള അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുകയാണ്.
പൗലോസ്ലീഹ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവുമായി ഞാൻ നിങ്ങളുടെ വിവാഹ നിശ്ചയം നടത്തി. എന്നാൽ സർപ്പം തന്ത്രപൂർവം ഹൗവായെ ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാണുക പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവുമായി വിവാഹ നിശ്ചയം നടത്തിയിട്ടുള്ളവരാണ് നമ്മൾ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുക. വളരെ ഉന്നതമായ ഒരു പദവിയിലേക്ക് ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 40-ാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു, നമ്മെ കൂടാതെ അവർ പരിപൂർണരാക്കപ്പെടരുത് എന്ന് കണ്ട ദൈവം നമുക്ക് വേണ്ടി കുറെ കൂടെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ നേരത്തെ കണ്ടുവച്ചിരുന്നു. പഴയ നിയമ പ്രവാചകന്മാർക്കും പഴയ നിയമകാലത്ത് വിശുദ്ധന്മാർക്കും ഉള്ളതിനേക്കാൾ അഥവാ നൽകിയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരുന്നു എന്ന് പറയുകയാണ്. പഴയ നിയമകാലത്ത് ആരെയും തന്നെ യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്ന് വിളിച്ചിരുന്നില്ല, പരിശുദ്ധാത്മാവിൻ്റെ ആലയമെന്നും വിളിച്ചിരുന്നില്ല. പ്രവാചകന്മാരുടെ മേൽ, പുരോഹിതന്മാരുടെ മേൽ, രാജാക്കന്മാരുടെ മേൽ കാലാകാലങ്ങളിൽ ചില പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ദൈവം തൻ്റെ ആത്മാവിനെ പകർന്നിരുന്നു. അപ്പോൺ ദം, അവരുടെ മേൽ പകർന്നിരുന്നു. എന്നാൽ ഇന്നോ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. നമ്മെ നോക്കി ദൈവം പറയുന്നത് നാം യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ്, ദൈവത്തിൻ്റെ ആലയമാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ ഉന്നതമായ ഒരു പദവിയിലേക്കാണ് ഞാൻ നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. മൂന്നാമതായി നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായതിനാൽ ശ്രേഷ്ഠരാണ് എന്ന് വചനം പറയുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. എന്ന് വെച്ചാൽ ഒന്നുകൂടെ ഉറപ്പിച്ച് യോഹന്നാൻ പറയുകയാണ്, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മകനും മകളും ആണ്. യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച ഒരു വ്യക്തി ദൈവത്തെ ദൈവമേ എന്നല്ല വിളിക്കേണ്ടത്, ദൈവത്തെ അപ്പാ എന്നാണ് വിളിക്കേണ്ടതെന്ന് യേശുക്രിസ്തുവും പഠിപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. നമ്മൾ കേട്ടാലും ഇല്ലെങ്കിലും നമ്മൾ ഭൂമിയിലിരുന്നു കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തെ അപ്പാ, പിതാവേ, ചാച്ചാ എന്ന് വിളിക്കുമ്പോൾ ആ ദൈവം തിരിച്ച് ഒരു മറുപടി തരുന്നുണ്ട്. എന്തോ എൻ്റെ മകനെ, എന്തോ എൻ്റെ മോളെ, ഇതാ ഞാൻ എന്ന് ദൈവം മറുപടി തരികയാണ്. നാം അത് തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മുടെ വിളി കേൾക്കുവാൻ കൊതിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവിടുന്ന് നമ്മുടെ പിതാവ് ആണ്. ഫ്രാൻസ് ഭരിച്ചിരുന്ന ഒരു രാജാവാണ് ലൂയി രാജാവൻ. ഈ ലൂയി രാജാവ് ഫ്രാൻസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവിടെ വലിയ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ജനങ്ങളും പട്ടാളവുമൊക്കെ രാജഭരണത്തിന് എതിരായി തീർന്നു. അവർ ലൂയി രാജാവിനെ ശിരച്ഛേദം ചെയ്തു കൊന്നു, രാജ്ഞിയെയും തലവെട്ടിക്കൊന്നു. രാജാവിനും രാജ്ഞിക്കും 7 വയസ്സുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവനെയും കൂടെ കൊന്നുകളയുവാനായിട്ട് ഈ വിപ്ലവകാരികൾ തീരുമാനിച്ചപ്പോൾ കുറെ ജനങ്ങൾ ഇപ്രകാരം പറഞ്ഞു, അവനെ കൊന്നുകളയണ്ട, അവൻ വളരെ നിഷ്കളങ്കനായ ഒരു ബാലനാണ്, അതുകൊണ്ട് അവനെ കൊണ്ട് പാപം ചെയ്യിച്ചിട്ട് നമുക്ക് കൊല്ലാം. അവനെ നമ്മൾ ഇപ്പോൾ കൊന്നുകളഞ്ഞാൽ അവൻ നേരെ സ്വർഗത്ത് പോയി കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ നിത്യകാലം വസിക്കും. അത് വേണ്ട, അതുകൊണ്ട് അവനെ കൊണ്ട് പാപം ചെയ്യിച്ചിട്ട് അവൻ പാപത്തിലായി കഴിയുമ്പോൾ നമുക്ക് അവനെ കൊന്നുകളയാം. അതുകൊണ്ട് ഈ ലൂയി രാജാവിൻ്റെ മകനെ കൊണ്ടുപോയി ഈ വിപ്ലവകാരികൾ ഒരു മന്ത്രവാദിനിയുടെ വീട്ടിലാക്കി കൊടുത്തു. ഈ മന്ത്രവാദിനി രാവും പകലും ഈ ബാലനെ ചീത്ത പറയുവാനും കള്ളം പറയുവാനും അസഭ്യവാക്കുകൾ പറയുവാനും ദൈവത്തിനെതിരായ കാര്യങ്ങൾ പഠിക്കുവാനും എത്രമാത്രം ശ്രമിച്ചിട്ടും ഈ ബാലൻ വഴങ്ങിക്കൊടുത്തില്ല. ഈ 7 വയസ്സ് മാത്രമുള്ള ഈ ബാലൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ രാജാവിൻ്റെ മകനാണ്, ഞാൻ രാജാവിൻ്റെ മകനാകയാൽ എനിക്ക് അസഭ്യവാക്കുകൾ പറയുവാൻ അവകാശമില്ല, എനിക്ക് ചീത്ത പറയുവാനുള്ള അനുവാദമില്ല, എനിക്ക് കള്ളം പറയുവാൻ പറ്റില്ല. എന്നിട്ട് അവൻ വീണ്ടും ഇപ്രകാരം പറഞ്ഞു, ഞാൻ രാജാവിൻ്റെ മകൻ മാത്രമല്ല, രാജാക്കന്മാരുടെ രാജാവായ യേശുക്രിസ്തുവിൻ്റെ മകനും കൂടെയാണ്. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു മകനാണ്. ഞാൻ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിട്ടുള്ള ഒരു മകനാണ്. ദൈവമായ കർത്താവിൻ്റെ മകനാണ് ഞാൻ. അതുകൊണ്ട്
ആ ദൈവമായ കർത്താവിന് ഇഷ്ടത്തിനെതിരായി ഒന്നും എൻ്റെ നാവിൽ നിന്നും വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രവാദിനിയുടെ ഈ പഠിപ്പിക്കലുകളെ അവൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് ചേർത്തു നിന്നു. അനേക വർഷങ്ങൾ അവൻ ചേർത്തു നിന്നു. കാണുക പ്രിയപ്പെട്ടവരെ, താൻ ദൈവത്തിൻ്റെ മകനാണ്, താൻ ഈ ഭൂമിയിലെ രാജാവിൻ്റെ മകനാണ്. ഈ രണ്ട് ബോധ്യങ്ങളും അവനെ പിടികൂടിയിരുന്നതിനാൽ അവൻ പാപത്തിന്, അസഭ്യതയ്ക്ക് അവനെ തന്നെ വിട്ടുകൊടുത്തില്ല. ഞാനും നിങ്ങളും വളരെ ശ്രദ്ധയോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. പഴയ നിയമത്തിൽ നമ്മൾ ജോസഫ് എന്ന് പറയുന്ന ഒരു വലിയ വിശുദ്ധനെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ജോസഫിന് വേണമെങ്കിൽ പാപം ചെയ്ത് വലിയ പ്രൊമോഷൻ അടിച്ചെടുക്കാമായിരുന്നു. രാജാവിൻ്റെ കുടുംബത്തിലെന്നല്ല വലിയ പദവികൾ നേടാവുന്ന വ്യക്തിയായിരുന്നു ജോസഫ്. പക്ഷേ അവൻ ഒരിക്കൽ പോലും പാപം ചെയ്ത് ഒരു പ്രൊമോഷൻ, ഒരു ഉയർച്ച നേടുവാൻ അവൻ ആഗ്രഹിച്ചില്ല. അവൻ എന്നും ഒരു ബോധ്യമുണ്ടായിരുന്നു, ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്. പ്രിയപ്പെട്ടവരെ, പാപത്തെ ചെറുക്കുന്ന സമയത്തുള്ള അവൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഞാൻ പാപം ചെയ്ത് നരകത്ത് പോകും എന്നല്ല അവൻ പറയുന്നത്. ഞാൻ പാപം ചെയ്ത് ശുദ്ധീകരണ സ്ഥലത്ത് പോകുമെന്നുമല്ല അവൻ പറയുന്നത്. പിന്നെയോ അവൻ ഇപ്രകാരമാണ് പറയുന്നത്, നല്ലവനായ ദൈവത്തെ എൻ്റെ പാപം മൂലം ഞാൻ വേദനിപ്പിക്കുന്നത് എങ്ങനെ? എൻ്റെ ദൈവത്തിനെതിരായി ഞാൻ പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ജോസഫ് ശക്തമായി പാപത്തെ ചെറുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം ഓർക്കുക, ഉന്നതമായ പദവിയിലിരിക്കുന്ന വ്യക്തികൾ വളരെ ശ്രദ്ധയോടെയാണ് അവരുടെ ഓരോ ചുവടുകളും വയ്ക്കുന്നത്. ഞാൻ ഓർക്കുകയാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് എലിസബത്ത് രാജ്ഞി ഇന്ത്യ സന്ദർശിച്ച ഒരു അവസരത്തിൽ ഈ രാജ്ഞിക്ക് കൊണ്ടുപോയി കൊടുക്കുവാനായിട്ട് ഒരു വലിയ ബൊക്കെ സംഘാടകർ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ഈ അനേക പുഷ്പങ്ങൾ കൊണ്ടുണ്ടാക്കി ഈ ബൊക്കെ കൊണ്ടുപോയി രാജ്ഞിക്ക് കൊടുക്കുവാൻ വെറും 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ഗവൺമെൻറ് തിരഞ്ഞെടുത്തിരുന്നത്. ഈ പെൺകുട്ടി രാജ്ഞിക്ക് കൊണ്ടുപോയി ബൊക്കെ കൊടുത്തതിന് ശേഷം അവൾ പുറകോട്ട് നടന്നു വരണം. അതായത് രാജ്ഞിയെ ഒരിക്കലും ഈ കുട്ടി അവളുടെ പുറകുഭാഗം കാണിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. ബൊക്കെ കൊടുത്തിട്ട് അവൾ പുറകോട്ട് സ്റ്റെപ്പുകൾ വെച്ച് നടന്നു പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെ നടന്നു പോകാൻ വേണ്ടി അവൾക്ക് പരിശീലനം കൊടുത്തത് 6 മാസമാണ്. ഈ 6 മാസക്കാലം സംഘാടകർ ഈ പെൺകുട്ടിയെ പരിശീലിപ്പിച്ചു. ബൊക്കെ കൊണ്ടുപോയി രാജ്ഞിക്ക് കൊടുക്കുന്നു. എന്നിട്ട് കാല് തട്ടാതെ വളരെ കൃത്യതയോടെ ചുവടുകൾ വച്ച് അവൾ ഈ ബൊക്കെ കൊടുത്തതിന് ശേഷം പുറകോട്ട് നടന്ന് അവളുടെ സീറ്റിൽ പോയിരിക്കണം. എന്തിനാണെന്നറിയാമോ? രാജ്ഞിയോടുള്ള ബഹുമാനത്തെ പ്രതി. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മകനും മകളുമായ നമ്മൾ ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി നടക്കേണ്ടത് എങ്ങനെയാണ്? ദൈവത്തോടൊപ്പം ഓരോ ചുവടുകളും നാം വയ്ക്കേണ്ടത് എങ്ങനെയാണ്? പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, അടുത്തായാലും അകലെയായാലും എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. വെറും 12 വയസ്സ് മാത്രമുള്ളപ്പോൾ രക്തസാക്ഷിയായി മരിച്ച വിശുദ്ധ മരിയ ഗൊരേറ്റിയുടെ മുറി സന്ദർശിച്ച സംഘാടകർ ഞെട്ടിപ്പോയി, ആളുകൾ ഞെട്ടിപ്പോയി, അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ഞെട്ടിപ്പോയി. കാരണം അവളുടെ മുറിയിൽ മുഴുവൻ ഒട്ടിച്ചു വച്ചിരുന്ന പോസ്റ്ററുകൾ സിനിമാ താരത്തിൻ്റെതല്ലായിരുന്നു, ക്രിക്കറ്റ് താരത്തിൻ്റെതല്ലായിരുന്നു, സ്പോർട്സ് താരങ്ങളുടേതല്ലാതിരുന്നു. അവളുടെ മുറി മുഴുവൻ അവൾ പോസ്റ്ററുകൾ ഒട്ടിച്ചിരുന്നു. എന്നിട്ട് അതിൽ എഴുതിയിരുന്നത് ഇതാണ്: വലിയവനായ ദൈവത്തിൻ്റെ മകളാണ് ഞാൻ, ആ ദൈവത്തെ വേദനിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. സർവശക്തനായ പിതാവിൻ്റെ മകളാണ് ഞാൻ, ആ പിതാവിനെ വേദനിപ്പിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ എഴുതിയ പോസ്റ്ററുകൾ അവളുടെ മുറിയുടെ 4 ഭിത്തികളിലും അനേക തവണ അനേക പോസ്റ്ററുകൾ അവൾ ഒട്ടിച്ചു വച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുവാൻ വലിയ പ്രലോഭനം ഉണ്ടായപ്പോൾ ജീവൻ കൊടുത്തുകൊണ്ട് പോലും ഈ സർവശക്തനായ ദൈവത്തെ വേദനിപ്പിക്കാതിരിക്കുവാൻ അവളുടെ മുഴുവൻ കഴിവും ഉപയോഗിച്ച് പരിശ്രമിച്ചു. അവൾ രക്തസാക്ഷി ആയിത്തീരുകയും ചെയ്തു. നമ്മുടെ മനസ്സിനെ എപ്പോഴും ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്, ഞാൻ ആരാണ്? യേശുക്രിസ്തു തന്നെത്താൻ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, പിതാവേ, അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എൻ്റെ പിതാവേ, ഞാൻ അങ്ങയുടെ പൊന്നുമകനാണ്.
ശിഷ്യന്മാരെല്ലാം ഓടിക്കളയുന്ന സമയത്തും യേശു പറയുന്നുണ്ട്, എൻ്റെ പിതാവ് എന്നോടുകൂടെയുണ്ട്. അവിടെ നിന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കാണ്, എൻ്റെ പിതാവ് എന്നെ അയച്ചിരിക്കുന്നു, ഞാൻ പിതാവിൽ നിന്ന് വരുന്നു, പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു, ഞാൻ പിതാവിൻ്റെ പൊന്നുമകനാണ്, പിതാവ് എൻ്റെ കൂടെ ഉണ്ട്, പിതാവിനെ കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് സാധ്യമല്ല. പിതാവ് 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 എന്നുള്ള വാക്ക് യേശു ആവർത്തിച്ച് പറഞ്ഞു. എന്നിട്ട് തൻ്റെ ശിഷ്യന്മാരെയും പഠിപ്പിച്ചു, നിങ്ങളും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ട്. യേശു ക്രിസ്തുവിനെ അറിയാത്ത, ദൈവത്തെ അറിയാത്ത, പരിശുദ്ധാത്മാവിൻ്റെ ടേസ്റ്റ് അനുഭവിച്ചിട്ടില്ലാത്ത, പാപത്തിൽ മാത്രം കഴിയുന്ന ജനങ്ങളെപ്പോലെ ജീവിക്കേണ്ടവരല്ല ഞാനും നിങ്ങളും എന്നാണ് ബൈബിൾ പറയുന്നത്. നമ്മുടെ മനസ്സിൽ ഈ ബോധ്യമുണ്ടായിരിക്കണം, സ്വർഗത്തിലെ പിതാവിൻ്റെ പൊന്നുമകനാണ് ഞാൻ, സ്വർഗത്തിലെ പിതാവിൻ്റെ പൊന്നുമകളാണ് ഞാൻ ആ ദൈവത്തിൻ്റെ മഹത്വത്തിന് വിരുദ്ധമായത് യാതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക ഇല്ല. ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ജീസസ് യൂത്തിൽ പ്രവർത്തിച്ചിരുന്ന ചില കുട്ടികളെ ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇടയിൽ തന്നെ അവർ ഒരു സംസാര വിഷയമായിരുന്നു. ഞങ്ങൾ കോളേജിലെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ടൗണിലൂടെ നടക്കാനിറങ്ങും, കാഴ്ചകൾ കാണാൻ ഇറങ്ങുന്നു. അന്ന് ലോകത്തിൻ്റെ മനുഷ്യനായതുകൊണ്ട് ഞാനും കൂട്ടുകാരോടൊപ്പം കാഴ്ചകൾ കാണാനായിട്ട് പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് പലപ്പോഴും ബുക്ക് സ്റ്റോളിൽ നിന്നും പുസ്തകങ്ങൾ, മെഡിക്കൽ ബുക്കുകൾ വാങ്ങിച്ചിട്ട് നടന്നു വരുന്ന ചില ജീസസ് യൂത്തിലെ കൂട്ടുകാരെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. അവർ റോഡിൽ കൂടി പോകുമ്പോൾ പലപ്പോഴും തല കുനിച്ചു പിടിച്ചാണ് നടന്നിരുന്നത്. അവർ ഞങ്ങളുടെ ജൂനിയേഴ്സ് ആയിരുന്നത് കൊണ്ട് ഞങ്ങൾ കുറേ സീനിയേഴ്സ് കൂടി ഒരിക്കൽ അവരെ പിടിച്ചു നിർത്തി, റോഡിൽ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, എടാ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ റോഡിൽ കൂടെ കുനിഞ്ഞു നടക്കുന്നത്? അത് നമ്മുടെ കഴുത്തിന് അത്ര നല്ലതല്ലെന്ന് നിങ്ങൾക്കറിയത്തില്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കൊണ്ട് നേരെ നടന്നു പോയാൽ എന്താണ് കുഴപ്പം? നിങ്ങളെന്തിനാണ് ഈ കുനിഞ്ഞു നടക്കുന്നത് എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ ജീസസ് യൂത്തിൽ മെഡിക്കൽ കോളേജിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചിരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞങ്ങളുടെ ഇളയ ജൂനിയർമാരായ സഹോദരങ്ങൾ പറഞ്ഞ ആ ഉത്തരം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അവർ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കാത്തത് ഞങ്ങളുടെ കണ്ണുകളെ പരിശുദ്ധിയിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾ സാധാരണക്കാരായ ചെറുപ്പക്കാരല്ല, സ്വർഗസ്ഥനായ പിതാവ് വിളിച്ചു വേർതിരിച്ച് അഭിഷേകം ചെയ്ത ചെറുപ്പക്കാരാണ് ഞങ്ങൾ. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളിൽ കുടികൊള്ളുന്നു. ദൈവം ഞങ്ങളെ ഒരു പ്രത്യേക ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവിടെയും ഇവിടെയും ഒട്ടിച്ചിരിക്കുന്ന ചീത്ത പോസ്റ്ററുകൾ നോക്കി ഞങ്ങളെ തന്നെ അശുദ്ധിക്ക് വിട്ടുകൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറല്ലാത്തതിനാൽ, അവിടെയും ഇവിടെയും കൂടെ പോകുന്ന സുന്ദരിമാരായ പെൺകുട്ടികളെ തെറ്റായി നോക്കുവാൻ ഞങ്ങൾ തയ്യാറല്ലാത്തതിനാൽ, ഞങ്ങളിലുള്ള പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുവാൻ ഞങ്ങൾ തയ്യാറാകാത്തത് കൊണ്ടാണ് ചേട്ടന്മാരെ ഞങ്ങളിങ്ങനെ കുനിഞ്ഞു നടക്കുന്നത് എന്ന് അവർ ഞങ്ങൾക്കൊരു ഉത്തരം നൽകി. സീനിയേഴ്സായ ഞങ്ങൾ അത്ഭുതത്തോടെ പരസ്പരം നോക്കി. കാരണം പ്രിയപ്പെട്ടവരെ, ചോരത്തിറപ്പുള്ള ആ പ്രായത്തിൽ ഈ ചെറിയ കൂട്ടുകാര് അവർ പറഞ്ഞ മറുപടി തികച്ചും ദൈവവിശ്വാസം ഇല്ലാതിരുന്ന സീനിയേഴ്സിനെ ചിന്തിപ്പിക്കുക തന്നെ ചെയ്തു. ആരും പിന്നെ ഒരു അക്ഷരം മിണ്ടിയില്ല. ആ പൊക്കോ എന്ന് മാത്രം പറഞ്ഞിട്ട് ഞങ്ങളങ്ങ് മുന്നോട്ട് നടക്കുകയാണ്. പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഇടയിൽ തന്നെ ഇതൊരു സംസാര വിഷയമായി. എടാ, ഇവന്മാർ പോസ്റ്റർ പോലും നോക്കാതെ നടക്കുന്നെങ്കിൽ സിനിമയൊക്കെ കണ്ട് നടക്കുന്നവന്മാരുടെ കാര്യം എന്താണ്? ചീത്ത സിനിമകളും ബ്ലൂ ഫിലിമും കണ്ട് നടക്കുന്ന ഈ തലമുറയുടെ മുമ്പിൽ ഈ ചെറുപ്പക്കാർ ഒരു ചോദ്യചിഹ്നം തന്നെയാണല്ലോ. പ്രിയപ്പെട്ടവരെ, അവരിൽ പലരും ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും ഉന്നതമായ നിലയിൽ ഡോക്ടർമാരായി കഴിയുന്നതിനോടൊപ്പം ആ രാജ്യങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷികളായി അവർ ഓടി നടക്കുകയാണ്. ദൈവരാജ്യം പണിയുവാൻ ദൈവം അവരിൽ പലരെയും ഇന്നും ശക്തമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ആ കാലത്ത് പോലും അവരുടെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ടായിരുന്നു, ഞങ്ങൾ സാധാരണക്കാരല്ല, വി ആർ അനോയിന്റഡ്, ഞങ്ങൾ ദൈവത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ച മകനും മകളുമാണ് എന്നുള്ള ഉത്തമമായ ബോധ്യത്തിൽ അവർ ജീവിച്ചു. നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ ഓർക്കണം, ഞാൻ ദൈവത്തിൻ്റെ പൊന്നുമകനാണ്, ഞാൻ ദൈവത്തിൻ്റെ പൊന്നുമകളാണ്. ബസ്സിൽ കയറുമ്പോൾ, ട്രെയിനിൽ കയറുമ്പോൾ, ആൾക്കൂട്ടത്തിലായിരിക്കുമ്പോൾ ഒക്കെ നാം ചിന്തിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. ദൈവത്തിൻ്റെ മകനാണ് ഞാൻ, ദൈവത്തിൻ്റെ മകളാണ് ഞാൻ. നാലാമതായി, നമ്മൾ എന്തുകൊണ്ട് പ്രത്യേകതയുള്ളവരാണ്, നമ്മൾ വിലപ്പെട്ടവരാണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ മേലുള്ള അഭിഷേകത്തെ പറ്റി തന്നെയാണ്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, അൽമായ സഹോദരങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ മേൽ ഒരു അഭിഷേകം ഉണ്ടെന്നുള്ള കാര്യം പോലും 99% ആളുകൾക്കും അറിയത്തില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്.
അനേകർ ചിന്തിക്കുന്നത് ബഹുമാനപ്പെട്ട വൈദികരുടെ മേലും ബഹുമാനപ്പെട്ട സിസ്റ്റർമാരുടെ മേലും മാത്രമാണ് അഭിഷേകം. അത് തെറ്റാണ്. ബഹുമാനപ്പെട്ട പുരോഹിതർക്ക് ഒരു പ്രത്യേക അഭിഷേകം കൊടുത്തിട്ടുണ്ട് ദൈവം. ശുശ്രൂഷ പൗരോഹിത്യം, വിശുദ്ധ കുർബാന അർപ്പിക്കാനും കുമ്പസാരം കേൾക്കാനും പാപമോചനം നൽകുവാനും കൂദാശകൾ പരികർമാനം ചെയ്യുവാനുമുള്ള ഒരു സ്പെഷ്യൽ അനോയിന്റിങ്, ഒരു സ്പെഷ്യൽ കോളിംഗ്, ഒരു അപ്പസ്തോലിക് അനോയിന്റിങ് ദൈവം അവരുടെ മേൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ ശരിയാണ്. നമ്മളതിനെ ബഹുമാനത്തോടെ തന്നെ കാണുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റർമാരുടെ മേലും ഒരു പ്രത്യേക അഭിഷേകം ദൈവം കൊടുത്തവരെ വേർതിരിച്ചിരിക്കുന്നു. എന്നാൽ എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരായ മനുഷ്യർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ മേലും ദൈവം ഒരു അഭിഷേകം തരുന്നു എന്ന് വചനം പഠിപ്പിക്കുകയാണ്. 1 യോഹന്നാൻ 2:27 യോഹന്നാൻ, കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ ഇപ്രകാരം പറയുന്നു: മക്കളെ, ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. ദി അനോയിന്റിംഗ് ദാറ്റ് യു റിസീവ്ഡ് ഫ്രം ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് അബൈഡ്സ് വിത്തിൻ യു. നിങ്ങളിൽ ദൈവത്തിന്റെ അഭിഷേകം നിറഞ്ഞു നിൽക്കുന്നു എന്ന് യോഹന്നാൻ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ആത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ച യേശുക്രിസ്തു അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞു: ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് അപ്പോൺ മീ. ദൈവമായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. അടിച്ചമർത്തപ്പെട്ടവർക്ക് മോചനം നൽകുവാൻ, ബന്ധിതരെ മോചിപ്പിക്കുവാൻ, തടവുകാർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ, അന്ധർക്ക് കാഴ്ച കൊടുക്കാൻ അവിടെ എന്നെ അയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു നമ്മെ നോക്കി പറയുന്നു: എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവൻ അവരുടെ മേൽ ഊതി. പെന്തക്കോസ്ത് നാൾ സമാഗതമായപ്പോൾ നമ്മുടെ മേൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അവിടെ നയിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേൽ ഒരു അഭിഷേകമുണ്ട് എന്നുള്ളത് നമ്മളെ വ്യത്യസ്തരാക്കുന്നു. ദൈവം മൃഗങ്ങൾക്ക് അഭിഷേകം കൊടുക്കുന്നില്ല, ദൈവം പക്ഷികൾക്ക് അഭിഷേകം കൊടുക്കുന്നില്ല, വലിയ മൃഗങ്ങളായ ആനയ്ക്കും സിംഹത്തിനും ദൈവം അഭിഷേകം കൊടുക്കുന്നില്ല. എന്തിന്? തിമിംഗലത്തിന് ദൈവം അഭിഷേകം കൊടുക്കുന്നില്ല. കാണുക, ലോകത്തിൽ അനേക കോടി ജീവജാലങ്ങളുണ്ട്. ദൈവം മറ്റൊന്നിനും തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അനോയിന്റിങ്, ആ പ്രഷ്യസ്, ആ വിലപിടിപ്പുള്ള അഭിഷേകം ദൈവം കൊടുക്കുന്നില്ല. എന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ രക്തത്താൽ പാപങ്ങൾ കഴുകപ്പെടാൻ എളിമയോടെ നിന്നുകൊടുത്ത് അനുതപിച്ച് യേശുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ അമൂല്യമായ ദാനം ദൈവം പകർന്നു കൊടുക്കുകയാണ്. ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ അനോയിന്റിങ്, ദി അനോയിന്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമ്മുടെ മേൽ ദൈവം പകർന്നു തന്നിരിക്കുന്നതിനാൽ നാം വ്യത്യസ്തരാണ് എന്ന് നാം എന്നും ഓർത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നും എൻ്റെ ഈശോയോട് ഇങ്ങനെ പറയാറുണ്ട്: ഈശോ, നിനക്കെന്നിൽ നിന്നും എന്തും എടുത്തു മാറ്റാം, നിനക്കെന്നിൽ നിന്നും എന്തും എടുത്തു കളയാം, പക്ഷേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പിൻവലിച്ചു കളഞ്ഞാൽ പിന്നെ എന്നെ ഒന്നിനും കൊള്ളില്ല. ഒരു പാപത്തെ പോലും പരാജയപ്പെടുത്താനാവില്ല, ഒരു പ്രലോഭനത്തെ പോലും ചെറുക്കാനാവില്ല, അഭിഷേകത്തോടെ ഒരു പാട്ട് പാടാനാവില്ല, അഭിഷേകത്തോടെ നിന്നെപ്പറ്റി പറയുവാനാവില്ല. വാക്കുകളെല്ലാം ഡെഡായി പോകുന്നു, ശുശ്രൂഷകൾ നിർജീവമാകുന്നു, ക്രിസ്തീയ ജീവിതം ചൈതന്യമില്ലാത്തതായി തീരുന്നു, ഒരു വമ്പൻ പരാജയമായി ഞാൻ മാറുന്നു. അതിനാൽ നാഥ, നിന്റെ കരം, നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നിൽ നിന്നും പിൻവലിക്കുവാൻ ഇടയായി പോകരുതേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എനിക്ക് 1000 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും ശരി, ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മ അഭിഷേകത്തെ വിട്ടുകളയുവാൻ ഞാൻ തയ്യാറല്ല. കാരണം പ്രിയപ്പെട്ടവരെ, ഏറ്റവും അമൂല്യമാണ് അത്. ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ശക്തി നിറഞ്ഞവരായിത്തീരുന്നു, നമ്മൾ ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞവരായിത്തീരുന്നു. ദൈവവും നമ്മളുമായി വലിയൊരു ഐക്യത്തിലേക്ക് കടന്നു വരുന്ന അനുഭവം നമുക്കുണ്ടാകുന്നു. ഞാൻ ദാനിയേൽ പ്രവാചകനെ പറ്റി ഓർത്തു പോവുകയാണ്. വളരെ ചെറിയ പ്രായത്തിൽ ബാബിലോൺ എന്ന് പറയുന്ന ദേശത്തേക്ക് അടിമയായി അവനെ പിടിച്ചു കൊണ്ടുപോയി. പക്ഷേ ഒരു ബാലനായിരുന്നിട്ട് പോലും പാപത്തിന്റെ വഴിയിലൂടെ പോകാതെ ദൈവം നൽകിയ അഭിഷേകത്തോട് അവൻ സഹകരിച്ചു. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവന്റെ മേൽ കടന്നു വന്നു. വലിയ വിജ്ഞാനികളെപ്പോലും തോൽപ്പിച്ചുകൊണ്ട് സ്വപ്നങ്ങൾ എന്താണെന്ന് പറയാനും അത് വ്യാഖ്യാനിക്കാനുമുള്ള വലിയ കൃപ ദൈവം അവന് കൊടുത്തു. അതുകൊണ്ട് അടിമയായി ബാബിലോണിലേക്ക് പോയ അവൻ അവിടുത്തെ ഉന്നതനായ വ്യക്തിയായി തീരുകയാണ്. രാജാവ് കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള സ്ഥാനത്തേക്ക് ഈ അടിമ ഉയർത്തപ്പെടുകയാണ്. എന്തിന്? സിംഹങ്ങൾ അവനെ തിന്നുവാൻ പാഞ്ഞു വന്നപ്പോഴും അലറിക്കൊണ്ടുവന്ന സിംഹത്തിന്റെ വായടപ്പിച്ചുകൊണ്ട് ദാനിയേലിന്റെ മേലുണ്ടായിരുന്ന അഭിഷേകം അവനെ കാത്തപ്പോൾ അവന്റെ ദൈവത്തിന്റെ മുമ്പിൽ ബാബിലോണിലെ സകല മുട്ടുകളും അടങ്ങി.
ദാനിയേലിന്റെ ദൈവത്തെ അസഭ്യം പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച അതേ രാജാവ് തന്നെ തിരിച്ച് ഒരു വിളംബരം ഇറക്കുകയാണ്. ദാനിയേലിന്റെ ദൈവമാണ് സത്യദൈവം, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനും സർവശക്തനുമായ ദൈവം ദാനിയേലിന്റെ ദൈവമാണ്. ഇങ്ങനെ രാജാവിനെ കൊണ്ട് പറയിക്കാൻ കാരണം എന്താണ് പ്രിയപ്പെട്ടവരെ? അത് ദാനിയേലിന്റെ മേലുണ്ടായിരുന്ന അഭിഷേകത്തെ അവൻ വിലയുള്ളതായി കണ്ടതുകൊണ്ടാണ്. നാം ഒരിക്കലും മറക്കരുത് യേശുവിൻ്റെ വാക്കുകൾ. നാം വിലപ്പെട്ടവരാണ്. നാം മറന്നു പോകരുത്. ഈ ഒരു ബോധ്യത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം നമ്മുടെ മേൽ കടന്നു വരും. യേശയ്യ ഇപ്രകാരം നിലവിളിക്കുന്നുണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെപ്പറ്റി. ഡാർക്ക്നെസ് വിൽ കവർ ദ ഫേസ് ഓഫ് ദി എർത്ത് ബട്ട് ദ ലൈറ്റ് ഓഫ് ഗോഡ് വിൽ ഷൈൻ അപ്പോൺ യു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും, എന്നാൽ ദൈവമായ കർത്താവിൻ്റെ പ്രകാശം നിന്റെ മേൽ ഉദിക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, യേശു ക്രിസ്തുവിന് ഹൃദയങ്ങളെ തുറന്നു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്ക്. ദൈവമേ, അന്ധകാരം നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഞാനിതാ നിന്റെ മുമ്പിൽ കീഴടങ്ങുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വന്നുകൊണ്ട് നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം എൻ്റെ മേൽ പകരുകയും എന്നെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ വില ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ മൃഗമല്ല, ഞാൻ പക്ഷിയല്ല, ഞാൻ രണ്ടുകാലി മൃഗമല്ല, ചിലർ പഠിപ്പിക്കുന്നത് പോലെ ഏറ്റവും ഹയർ ക്ലാസ് ആനിമലുമല്ല. ഞാൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മകനാണ് ഞാൻ, മകളാണ് ഞാൻ. എൻ്റെ വില എനിക്ക് മനസ്സിലാക്കി തരണമേ യേശുവേ. അങ്ങയുടെ രക്തത്താൽ എൻ്റെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ കർത്താവായി രക്ഷകനായി ഇപ്പോൾ തന്നെ കടന്നു വരികയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യുകയും ചെയ്യണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം.